UDF-ലെ മന്ത്രി ചർച്ചകൾ സംബന്ധിച്ചുള്ള വാർത്തകളിലേക്കാണ് ആദ്യം പോകുന്നത്. മന്ത്രി തർക്കത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് കോൺഗ്രസ്. KC-RC ഗ്രൂപ്പുകൾ കടുത്ത നിലപാട് തുടരുന്നതാണ് കോൺഗ്രസിനെ വെട്ടിലാക്കുന്നത്. ആഭ്യന്തരമല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന കടുംപിടുത്തത്തിലാണ് രമേശ് ചെന്നിത്തല. ധനമടക്കമുള്ള സുപ്രധാന വകുപ്പുകൾ വേണമെന്ന് KC-യും വാശി പിടിക്കുന്നുണ്ട്. വകുപ്പ് വിഭജനത്തിലും ഗ്രൂപ്പുകൾക്ക് അനുസരിച്ച് മന്ത്രിസ്ഥാനം വീതം വയ്ക്കുന്നതിലുമെല്ലാം AICC-യുടെ നിലപാട് നിർണായകമാകും. രഞ്ജിത്ത് അമ്പാടിയാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, ഇത് നമ്മൾ ഊഹിച്ചതാണ്. കാരണം 3 പേർ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്നു. സ്വാഭാവികമായിട്ടും അത് ഒരാളിലേക്ക് എത്തിച്ചേരുമ്പോൾ പിന്നീടുള്ള തന്ത്രപ്രധാനമായ വകുപ്പുകൾ തട്ടിയെടുക്കാൻ ഈ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട 2 നേതാക്കളും 2 ചേരികളും ശ്രമിക്കുമെന്നത് സ്വാഭാവികം മാത്രമാണ്. ഇപ്പോൾ AICC എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും? കാരണം ആഭ്യന്തര വകുപ്പ് നൽകില്ല എങ്കിൽ ഒരുപക്ഷെ മന്ത്രിസ്ഥാനത്തേക്കില്ല എന്ന നിലപാടിലാണോ രമേശ് ചെന്നിത്തല? ആഭ്യന്തര വകുപ്പ് ഇല്ലെങ്കിൽ താൻ മന്ത്രിസ്ഥാനത്തേക്കില്ല എന്ന് ചെന്നിത്തല തന്നോടൊപ്പമുള്ള നേതാക്കന്മാരെ അറിയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് ചെന്നിത്തലയ്ക്ക് നൽകണമെന്നൊരു പൊതുവികാരം കെ മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ, അത് AK ആന്റണി ആയാലും കെ മുരളീധരനായാലും സണ്ണി ജോസഫ് ആയാലും ഒക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാതെ പോയതിൽ നിരാശനാണ്, അതൃപ്തനാണ് രമേശ് ചെന്നിത്തല. ആ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കണമെങ്കിൽ ആഭ്യന്തര വകുപ്പ് നൽകിയ 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. അന്ന് ആഭ്യന്തര വകുപ്പ് ഇല്ലാതെയാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഭരണം നടത്തിയത്. അങ്ങനത്തെ ഒരു ചരിത്രം കോൺഗ്രസിനുള്ളത് കൊണ്ട് തന്നെ ആഭ്യന്തരമില്ലാതെ ഭരിക്കാൻ കഴിയില്ല എന്ന് VD സതീശന് പറയാൻ കഴിയില്ല എന്നാണ് രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. ഒരു ഘട്ടത്തിൽ കേന്ദ്ര നേതൃത്വം തന്നെ പറയുകയാണെങ്കിൽ ആഭ്യന്തരം വിട്ടുകൊടുക്കാൻ VD സതീശന് തയ്യാറായിരിക്കും. പക്ഷേ അത് മുഖ്യമന്ത്രി സ്ഥാനമെന്ന ആ കസേരയുടെ പൊലിമ നഷ്ടപ്പെടുത്തുമെന്ന് VD സതീശനൊപ്പം ഉള്ളവർ ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്. ആ VD സതീശനൊപ്പമുള്ളവരുടെ പിടിവാശിയാണ് ഈ ഒരു തർക്കം ഇപ്പോഴും തുടരാൻ കാരണം. എന്നാൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമായൊരു ധാരണയുണ്ടാകും. ഇപ്പോൾ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം UDF യോഗം ചേരും. UDF യോഗത്തിൽ കൃത്യമായി തന്നെ കോൺഗ്രസിൻ്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച കൃത്യമായൊരു വിവരണമുണ്ടാകും. ഇതുവരെ ലഭിച്ച വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ 75% ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം മറ്റു ഘടകകക്ഷികളുടെ ആവശ്യങ്ങളാണ് ഇപ്പോൾ UDF-നെ അല്ലെങ്കിൽ കോൺഗ്രസിനെ കുഴയ്ക്കുന്നത്. 5ാം മന്ത്രിസ്ഥാനം വേണമെന്ന നിലപാടിൽ ഉറച്ച് ലീഗ് നിൽക്കുകയാണ്. അതേസമയം 5ാം മന്ത്രി ഇല്ല എന്ന് കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രി നിർണയത്തിലടക്കം ലീഗിന് മുന്നിൽ മുട്ടുവിറച്ച അല്ലെങ്കിൽ മുട്ടുമടക്കിയ കോൺഗ്രസ് 5ാം മന്ത്രി വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം, അതായത് ഒരു ക്യാബിനറ്റ് പദവി നൽകാം, അതുകൊണ്ട് തൃപ്തിപ്പെടണം. ഈ മുന്നണി സംവിധാനത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കരുത് എന്ന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ലീഗ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു. 5 മന്ത്രിസ്ഥാനം വേണമെന്ന അവകാശവാദത്തിൽ ഏറ്റവും ഒടുവിൽ ഉറച്ചു നിൽക്കുകയാണ്. അതും ഗൗതം മനസ്സിലാക്കണം, സുപ്രധാനമായ വകുപ്പുകൾ വ്യവസായം, IT, വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം, അതുപോലെ നഗരകാര്യ വികസനം, ഇങ്ങനെ രഞ്ജിത്ത് ലീഗിന്റെ വിഷയമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒപ്പം കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട്. അതിനേക്കാട്ടിലുപരിയായി കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന 3 ഗ്രൂപ്പുകൾ തമ്മിലുള്ള വടംവലി. അപ്പോൾ ഇന്നത്തേക്ക് ഇതിൽ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഇന്ന് തീരുമാനമുണ്ടായേ തീരൂ. കാരണം ഇനി ദിവസങ്ങളില്ല, സത്യപ്രതിജ്ഞ തിങ്കളാഴ്ചയാണ്. അതിനു മുൻപ് തന്നെ മന്ത്രിമാർ ആരൊക്കെയാണ്, അവരുടെ വകുപ്പുകൾ ഏതൊക്കെയാണെന്നത് സംബന്ധിച്ച് തീരുമാനമുണ്ടാക്കണം. അതിനുശേഷമാണ് മറ്റു കാര്യങ്ങൾ, ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടക്കം നിയമനങ്ങൾ, ഇവരുടെ ഓഫീസുകൾ സംബന്ധിച്ച അല്ലെങ്കിൽ ഔദ്യോഗിക വസ്തുക്കൾ സംബന്ധിച്ച തീരുമാനങ്ങളൊക്കെ തന്നെ വരേണ്ടതുണ്ട്. അടുത്ത ദിവസം ഞായറാഴ്ചയാണ്. അവധി ദിവസമായിട്ട് പോലും ഉദ്യോഗസ്ഥർ ആ ദിവസം പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഗൗതം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലീഗിന് 5ാം മന്ത്രി കൊടുക്കില്ല എന്ന കടുത്ത നിലപാടിലേക്ക് കോൺഗ്രസ് പോവുകയാണ്. അത് പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല, KC വിഭാഗങ്ങളാണ് ആ ഒരു നീക്കത്തിന് പിന്നിൽ. 2011 5ാം മന്ത്രിസ്ഥാനം എന്ന വിവാദമായ ഒരു തീരുമാനം ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് ഇത്തവണ അംഗീകരിച്ചു കൊടുക്കേണ്ടതില്ല. എന്നാൽ ഒരു ക്യാബിനറ്റ് റാങ്ക് കൂടി നൽകാം, അത് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു ക്യാബിനറ്റ് റാങ്കും വേണ്ട, ഞങ്ങൾക്ക് നേരത്തെ ലഭിച്ചതുപോലെയുള്ള 5 മന്ത്രി വേണമെന്ന നിലപാട്
നിലപാടിൽ ലീഗ് ഉറച്ചു നിൽക്കുന്നു. എങ്ങനെ അത് പരിഹരിക്കപ്പെടുമെന്ന് അറിയില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ 4-ൽ കൂടുതൽ കൊടുക്കില്ല. കാരണം 4-ൽ കൂടുതൽ കൊടുക്കാനുള്ള സാഹചര്യമില്ല. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 2 സീറ്റാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒരു മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ്പ് പദവിയോ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമോ കൊടുത്ത് അവരെയും തൃപ്തിപ്പെടുത്തും. അതുപോലെ CP ജോണിന് ഒരു മന്ത്രിസ്ഥാനം നൽകേണ്ടി വരും. അതുപോലെ RSPക്ക് ഒരു മന്ത്രിസ്ഥാനം നൽകേണ്ടി വരും. KK രമ RMB KK രമയ്ക്ക് ഒരു മന്ത്രിസ്ഥാനം നൽകേണ്ടി വരും. നേരത്തെ RMB മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നില്ല, എന്നാൽ ഇപ്പോൾ ആവശ്യപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ലീഗ് അടക്കം ഒരു 8-9 മന്ത്രിമാർ അപ്പോൾ തന്നെയായി. പിന്നീട് കോൺഗ്രസിന് 11-12 മന്ത്രിസ്ഥാനമായി ലഭിക്കൂ. 63 MLA-മാരുള്ള കോൺഗ്രസിന് ഗ്രൂപ്പ് വീതം വയ്ക്കാൻ തന്നെ ഇത്രയും മന്ത്രിമാരെ തികയില്ല. 8 മന്ത്രിമാരെയാണ് KC വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു 5 മന്ത്രിമാരെ കൊടുത്ത് KC വിഭാഗത്തിന് തൃപ്തിപ്പെടുത്തും. അതുപോലെ തന്നെ 3-4 മന്ത്രിമാരെ കൊടുത്ത് ചെന്നിത്തല വിഭാഗത്തിനും തൃപ്തിപ്പെടുത്തും. ബാക്കി ഉള്ള മന്ത്രിമാർ VD സതീശന്റെ പക്ഷത്തു നിന്നാണ്. പ്രധാനപ്പെട്ട ആളുകൾ മന്ത്രിയാവാനുള്ള സാധ്യതയുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K മുരളീധരൻ, N ശക്തൻ, PC വിശ്വനാഥിന്റെ പേര് സ്പീക്കർ സ്ഥാനത്തേക്കും പരിഗണിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അൻവർ സാദത്തിന്റെ പേര് ശക്തമായി തന്നെ രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. ഇങ്ങനെ വടക്കൻ കേരള സണ്ണി ജോസഫ് മന്ത്രിയാവും, യാതൊരു മാറ്റവുമില്ല. ബിന്ദു കൃഷ്ണന്റെ പേരിനാണ് മുൻതൂക്കം. ഷാനിമോൾ ഉസ്മാന്റെ പേരും പറഞ്ഞു കേൾക്കുന്നു. M ലിജു പല കാലങ്ങളായി മത്സരിച്ച് ആദ്യമായി ജയിച്ച ലിജുവിന് ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വലിയ മുൻതൂക്കമുണ്ട്. അങ്ങനെ പല പേരുകൾ കേൾക്കുന്നുണ്ട്, പല ആളുകളെ പരിഗണിക്കുന്നുണ്ട്. എങ്കിലും ഒരു കാര്യം പറയാം, തല നരച്ച നേതാക്കന്മാരെക്കാൾ കൂടുതൽ ഒരു യുവനിരയ്ക്കായിരിക്കാം, ഒരു 50 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ 50 വയസ്സ് റേഞ്ചുള്ള ആളുകൾക്കായിരിക്കാം ഇത്തവണത്തെ ഈ മന്ത്രിസഭയിൽ മുൻഗണന ലഭിക്കാൻ സാധ്യത എന്നാണുള്ളത്. AP അനിൽകുമാർ, മറ്റൊരു പേര് LP അനിൽകുമാർ തീർച്ചയായും മന്ത്രിസ്ഥാനത്തേക്ക് വരും. ആ അനിൽകുമാറിനെ പരിഗണിച്ചില്ലെങ്കിൽ രമ്യ ഹരിദാസിനെ പരിഗണിക്കാനാണ് തീരുമാനം. ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകളും തങ്ങളുടേതായ 5, 6, 7 പേരുടെ ലിസ്റ്റുകൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് AICCയുടെ തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും മന്ത്രിസഭയെ സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകുക. ഘടകകക്ഷികളെ ആദ്യം അനുനയിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ രീതി. ഘടകകക്ഷികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായ ശേഷം അവശേഷിക്കുന്ന മന്ത്രിസ്ഥാനങ്ങൾ ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ വീതം ചെറുക്കുക. അവിടെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട RCയും KCയും കൂടുതൽ മന്ത്രിമാരെ നേടിയെടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഓക്കെ രഞ്ജിത്ത്, എന്തായാലും മന്ത്രിസഭ ചർച്ചകൾ വളരെ തകൃതിയായി നടക്കുകയാണ്. ഗ്രൂപ്പ് വടംവലി അതിരൂക്ഷമാണ് കോൺഗ്രസിനകത്ത്. KC, RC ഒപ്പം നിയുക്ത മുഖ്യമന്ത്രി VDയുടെയും നേതൃത്വത്തിലുള്ള 3 ഗ്രൂപ്പുകൾ തമ്മിലുള്ള പൊരിഞ്ഞ വടംവലിയാണ്. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് സമാനമാണ് ഇപ്പോൾ വീണ്ടും കോൺഗ്രസിലെ പശ്ചാത്തലമെന്ന കാര്യത്തിൽ സംശയമില്ല. രഞ്ജിത്ത് അമ്പാടിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.